ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു നോർമൽ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇതിലപ്പുറം ഇതിൽ ഒന്നും ഇല്ല. ഇത്രയും ഡെപ്ത് കുറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ഇത്രയും വലിയൊരു നടനെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് മൂവി. പിന്നെ എല്ലാവരും തിരിച്ചു വരവ്, ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. മൂവി നല്ല മൂവിയാണ്. സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ അഭിനയം ചെറുതായിട്ടൊന്നും ഇതായിരുന്നെങ്കിലും നല്ല അഭിനയം. ഓവറോൾ നല്ല അഭിനയമായിരുന്നു. ജയറാമേട്ടൻ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ ഒരാൾ വരുന്നുണ്ട്, അത് കാണണം. ഫുൾ ഓവറോൾ സെറ്റ് നല്ലൊരാണ്. മമ്മൂട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. നല്ല ഇൻട്രോ ആയിരുന്നു. ജയറാമേട്ടൻ അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്തതെന്നാണ്. അത് മമ്മൂട്ടിയുടെ ഇൻട്രോയിൽ ഓക്കെ ആയി. ഞാൻ 5-ാം പാതിര പ്രതീക്ഷിച്ച് വരണ്ട, നിങ്ങൾ ഒരു നോർമൽ ക്രൈം ത്രില്ലർ മൂവി പ്രതീക്ഷിച്ച് വരാം. അതിനുള്ളുണ്ട്. സത്യം ഞാൻ ജയറാമേട്ടൻ ഇങ്ങനെ അഭിനയിച്ച് കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട്. നല്ല സീരിയസ് ആയിട്ടുള്ള ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. പ്രതീക്ഷയൊന്നും വയ്ക്കാതെ തന്നെ കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് കൊള്ളാം, നല്ല ആക്ടിങ് ആണ്. അത്രേ പറയാറുള്ളൂ, അത്ര വേറെ പറയുന്നില്ല. നമ്മുടെ ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ അത് ബിൽഡ് ചെയ്ത ഒരു രീതി ശരിയല്ല. അത് സിനിമയിൽ പുള്ളിയെ ഒരു കോമാളിയാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് എടുത്ത കുറച്ച് സീനുണ്ട്. ഫ്ലാഷ് ബാക്ക് അത്രയും കാണിക്കുന്നത് അത് നമ്മൾ സഹിച്ചിരിക്കണം. അത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ സിനിമ കുറച്ചും കൂടി എൻഗേജ് ആയിരിക്കും. ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിരിക്കുന്ന അത്രയും നമുക്ക് ഭയങ്കര ഡ്രാമാറ്റിക് ഫീൽ ചെയ്ത്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ നാടകമൊക്കെ ചെയ്യില്ലേ, ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഫ്ലാഷ് ബാക്കും അതിൽ ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു തോന്നിയത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം ക്യാമിയോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ മനസ്സിലൊരു സാധനമുണ്ട്, റോളക്സ് ഉദാഹരണത്തിന്. അതുപോലെ ഒരു ക്യാമി, ഇപ്പം മമ്മൂട്ടി ആയിക്കോട്ടെ, ആര് ക്യാമിയോക്ക് വന്നാലും അത്രയ്ക്കൊരു ഡെപ്ത് ആ ക്യാരക്ടറിന് വേണം. ഇത് ആ ഒരു ഡെപ്ത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി തന്നെ ഗസ്റ്റ് വന്ന ആ ഒരു റോളിന് എനിക്ക് തോന്നിയില്ല. എനിക്കതൊരു അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കേട്ടപ്പോൾ എനിക്കൊരു കോമഡി പീസായിട്ടാണ് തോന്നിയത്. അത് ഒരു വന്ന സീന് അടിപൊളിയായിരുന്നു, പക്ഷേ ആ ഒരു ക്യാരക്ടറെ ബിൽഡ് ചെയ്തത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ പറയാൻ ജയറാമേട്ടൻ കുറച്ച് പെരുക്കി പിടിച്ച ആ ഒരു ക്യാരക്ടറെ ആവാഹിച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ സിനിമയുടെ കഥ പശ്ചാത്തലമൊക്കെ ഓക്കെ, പിന്നെ ഭയങ്കര ലാഗായിപ്പോയി. നമുക്ക് എവിടേക്കോ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സംഭവം നല്ലൊരു സാധനം ആവുമായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ചിരുന്നേ. ഒന്ന് ഫ്ലാഷ് ബാക്ക് ഭയങ്കര ലാഗ്. ഫ്ലാഷ് ബാക്ക് ചെയ്തിരിക്കുന്നത് നമ്മളൊരു നാടകമൊക്കെ സ്കൂളിൽ ചെയ്യേണ്ട പോലെ രാജു വന്നു അല്ലേ, ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. അല്ലാതെ സിനിമ ഓക്കെയാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്കത്ര സുഖിച്ചില്ല. ക്ലൈമാക്സ് മമ്മൂട്ടിയൊക്കെ നമ്മൾ വിചാരിക്കണം ഇപ്പം എന്തോ സംഭവിക്കും, ആകാശത്ത് നിന്ന് ഇടിമിന്നലേക്കും, അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കിട്ടിയില്ല.